നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നോട്ടിഫിക്കേഷൻ ഐക്കണും ഓൺ ആക്കിയിടുക. Hey guys, welcome to All Rounders Fun. This YouTube channel is all about tech, candor and games. ഈ ഇടയിൽ ന്യൂസിൽ നല്ല ഹെഡ്ലൈൻസ് കിട്ടിയ ഒരു വാർത്തയായിരുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. നമ്മൾ ഇത്രയും നാളും കോളേജിലും സ്കൂളിലും ഒക്കെ കണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിൽ നിന്നും തികച്ചു വ്യത്യസ്തമായ ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയാണ് ഇനി വരാൻ പോകുന്നത്. ഈ വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചു 6ാം ക്ലാസ് തൊട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും കോഡിംഗ് ഒരു സബ്ജക്റ്റായി പഠിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണ്. കോഡിങ്ങും പ്രോഗ്രാമിങ്ങും മിക്ക ആൾക്കാർക്കും എന്താണെന്ന് അറിയായിരിക്കും. പക്ഷെ ചില വിദ്യാർത്ഥികൾക്കും പിന്നെ അവരുടെ മാതാപിതാക്കൾക്കും കോഡിങ്ങിനെ കുറിച്ച് അത്രയും അറിവില്ലായിരിക്കും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കോഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് കോഡിങ്ങിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കുറച്ച് കാര്യങ്ങളും മനസ്സിലാവും. ഇനി നമ്മൾക്ക് നേരെ വീഡിയോയിൽ പോകാം. നമ്മൾക്കൊരു ചോദ്യത്തോടെ തുടങ്ങാം. സാധാരണ ഒരാൾക്ക് എത്ര ഭാഷകൾ അറിയായിരിക്കും? മാതൃഭാഷ കൂടാതെ മറ്റു 2-3 വേറെ ഭാഷകളും അറിയായിരിക്കും, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കമ്പ്യൂട്ടറിന്റെ ഭാഷ ഏതായിരിക്കുമെന്ന്? കമ്പ്യൂട്ടറിനും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ പേരാണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിന് വേണമെങ്കിൽ ബൈനറി ലാംഗ്വേജും പറയാം. കമ്പ്യൂട്ടറിനും മെഷീൻ ലാംഗ്വേജ് അല്ലാതെ വേറെ ഒരു ഭാഷയും മനസ്സിലാകൂല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാലോ എന്ന്. ഇല്ല, കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് ഭാഷയും അറിയത്തില്ല. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി കോഡിംഗ് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഭാഷയെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിൽ കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് കോഡിംഗ്. അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിൽ ആക്കുന്ന ഒരു പ്രക്രിയ വേണമെങ്കിൽ കോഡിംഗ് പറയാം. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെ മെഷീൻ ലാംഗ്വേജിൽ ആക്കാൻ പറ്റും? ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെയാണ് കോഡിംഗ് ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരമാണ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗിലൂടെയാണ് ഇംഗ്ലീഷ് ഭാഷയെ മെഷീൻ ലാംഗ്വേജിൽ ആക്കുന്നത്. പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി നിറയെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇവയൊക്കെ ഏകദേശം ഇംഗ്ലീഷ് പോലെ തന്നെയാണ്. ഇനി പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നതാണ് പ്രോഗ്രാമിംഗ്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. കമ്പ്യൂട്ടറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതാണ് പ്രോഗ്രാമിംഗ്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരാൾക്ക് ഗെയിം ഉണ്ടാക്കണം. സോ ഇതിനു വേണ്ടി ആദ്യം അയാൾ ഒരു കമ്പ്യൂട്ടറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ. ഇനി ഈ കമ്പ്യൂട്ടർ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് അയാൾക്കൊരു റിസൾട്ട് കൊടുക്കും. ഈ റിസൾട്ടാണ് ഗെയിം. ഇതാണ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളെയാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി നിറയെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. C#, ജാവ, പൈത്തോൺ എന്നിവയാണ് കുറച്ച് പോപ്പുലറായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പ്രോഗ്രാമിംഗിന്റെ കീഴെയാണ് കോഡിംഗ് വരുന്നത്. പക്ഷെ ചില സമയം കോഡിങ്ങും പ്രോഗ്രാമിംഗും സിനോണിമസ് ആയി യൂസ് ചെയ്യാറുണ്ട്. ഈ ലോകത്തിൽ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഉൾപ്പെടെ എല്ലാ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും പ്രോഗ്രാമിംഗിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്. ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും മാത്രമല്ല, ഗെയിംസും പ്രോഗ്രാമിംഗിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടറിലും ഫോണിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. റോബോട്ട്സും മെഷീൻസും ഒക്കെ നല്ല പോലെ വർക്ക് ആവണമെങ്കിൽ പ്രോഗ്രാമിംഗിന്റെ ആവശ്യമുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ മിക്ക തൊഴിലിടങ്ങളും യന്ത്രവൽക്കരണപ്പെടും. പക്ഷേ ഈ യന്ത്രങ്ങൾക്കും പ്രോഗ്രാമിംഗിന്റെ ആവശ്യമുണ്ട്.
സോ ഒരു പ്രോഗ്രാമറിന്റെ തൊഴിൽ ഒരിക്കലും നഷ്ടപ്പെടൂല, തിരിച്ച് അതിന്റെ ഡിമാൻഡ് കൂടുകയേ ഉള്ളൂ. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചു 6ാം ക്ലാസ് തൊട്ടാണ് കോഡിംഗ് പഠിപ്പിക്കുന്നത്. പക്ഷെ പ്രായഭേദമില്ലാതെ കോഡിംഗ് പഠിച്ചു ആർക്ക് വേണമെങ്കിലും പ്രോഗ്രാമർ ആവാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോയിൽ പ്രോഗ്രാമിംഗിനെ കുറിച്ച് വേറെ ഇമ്പോർട്ടൻസ് ആയ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയും തന്നെ. ഇനി നിങ്ങൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.